നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തെ മഴ ഒരൊറ്റ ദിവസം പെയ്തിറങ്ങിയാൽ എന്തായിരിക്കും ആ നഗരത്തിൻ്റെ അവസ്ഥ, ആ രാജ്യത്തിൻ്റെ അവസ്ഥ? ആ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കാണുന്നത്. അതിൻ്റെ നാശനഷ്ടങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വേനൽ മഴ കാത്ത് ഏറെ ബുദ്ധിമുട്ടി നിൽക്കുന്നു. കനത്ത ചൂട് തന്നെയാണ് നട്ടുച്ച സമയത്ത് അരിച്ചിറങ്ങുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറെ വലയുന്ന സാഹചര്യം, ചൂട് കൊണ്ടിരിക്കാൻ കഴിയാത്ത സാഹചര്യം. ദിനം പ്രതി സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഫെബ്രുവരി മാസമെന്ന് പറയുന്നത് കഠിനമായി ചൂടേൽക്കുന്ന ഒരു മാസമായി മാറുന്നു. ഫെബ്രുവരി പകുതിയോടടുക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ചൂട് അരിച്ചിറങ്ങുന്നത്. അറബിക്കടലിലെ കാറ്റിൻ്റെ ഗതിമാറ്റവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ കുറവും തന്നെയാണ് കേരളത്തിൽ നിലവിൽ ഈ ചൂടിന് കാരണമായിട്ടുള്ള കഠിനമായ ചൂട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. പല ജില്ലകളിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാനുള്ള സാധ്യത പറയുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ അന്തരീക്ഷം തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പ്രതീക്ഷയുടെ ഒരു ചെറു കണിക കൂടിയുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നു. മഴയുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നറിയിപ്പുകളും ഇതുവരെ ജില്ലകളിലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ പോയാൽ വരാനിരിക്കുന്ന വേനൽക്കാലത്ത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്താകും എന്നുള്ള ആകുലത മാത്രമാണ് ജനം പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് മഴ ഇനി പ്രതീക്ഷിക്കാൻ കഴിയുമോ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സാധാരണഗതിയിൽ മഴ പെയ്യാറുണ്ട്. 24 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. എന്താകും ഇക്കുറി എന്നാണ് ഉറ്റുനോക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വർഷത്തെ മഴ പെയ്തുറങ്ങുന്നത്. റെക്കോർഡ് മഴ. UAE-യിൽ 2024 പെയ്ത റെക്കോർഡ് മഴയാണ് ഏവരും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അന്ന് ആ മഴയ്ക്ക് കാരണമായത് എന്തുകൊണ്ട് ഇതുമായി കൂട്ടിക്കെട്ടുന്നുവെന്ന് ചോദിച്ചാൽ, അന്ന് മഴയ്ക്ക് കാരണമായത് സമുദ്രോപരിതലത്തിലെ ചൂട് കൂടിയതാണ്. ഇത് അന്തരീക്ഷ ഈർപ്പം കൂട്ടാനും മുൻപില്ലാത്ത വിധമുള്ള മഴ ലഭിക്കാനും കാരണമായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചില എമിറേറ്റുകളിൽ ഒരു വർഷം പെയ്യേണ്ട മഴയാണ് 2024 ഏപ്രിൽ മാസത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത്. UAE-യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഴയായി 2024 മഴയെ ഏവരും എടുത്തു പറയുന്നു. അൽ ഐനിൽ 254 മില്ലിമീറ്റർ വരെ മഴ പെയ്തുവെന്നും ദുബായിൽ 142 മില്ലിമീറ്റർ വരെ മഴ പെയ്തുവെന്നുമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വർഷം ശരാശരി 140-നും 200-നും ഇടയിൽ മില്ലിമീറ്റർ മഴയാണ് UAE-യിൽ കിട്ടാറുള്ളത്. അതായത് പരമാവധി കിട്ടുന്നതിലും കൂടുതൽ മഴ പെയ്തിറങ്ങി എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 25%-ലധികം. എന്നാൽ 2024 ഏപ്രിലിലെ ഒറ്റ ദിവസത്തെ മഴയെന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള മഴ തന്നെയായിരുന്നു. രാജ്യത്ത് കനത്ത നാശം തന്നെയാണ് അതിന് പിന്നാലെ കാണാൻ കഴിഞ്ഞതും. അതിനുള്ള കാരണമാണ് ഗവേഷകർ ഈ 2 വർഷത്തിന് പുറം കണ്ടെത്തിയിരിക്കുന്നത്. അബുദാബി NYU-ലെ മുബാദല ആക്സസ് സെൻ്ററിലെ ഗവേഷകരുടെ കണ്ടെത്തലാണ് ഇതിനാധാരമായിട്ടുള്ളത്. സമുദ്രോപരിതലത്തിൽ ചൂട് കൂടിയപ്പോൾ മഴയ്ക്കുള്ള കാരണമായി. ചൂട് കൂടിയപ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി. ഇത് കനത്ത മഴ പെയ്യാനുള്ള കാരണമായി. അത്തരത്തിൽ തന്നെയാണ് മറ്റു ഭാഗങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലടക്കം കനത്ത ചൂട്, പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറയുകയാണെങ്കിൽ കനത്ത ചൂട്, കൊടും ചൂടായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഈ 2024 നാം അഭിമുഖീകരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഉണ്ടായ ദുരന്തങ്ങൾ നമുക്കറിയാവുന്നതാണ്. മഴ മൂലമുണ്ടായ ദുരന്തങ്ങൾ. 2018 പ്രളയം അറിയാവുന്നതാണ്. ഇത്തരത്തിൽ അടുത്തടുത്തായി ഇത്രയും കാലം ഒന്നും തന്നെ കാണാത്ത കനത്ത ദുരിതങ്ങൾ നമ്മളെ തേടിയിരിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലുള്ള വിപത്തുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയായി ഇതിനെ വായിച്ചെടുക്കേണ്ടതാണ്. സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചൂട് വീണ്ടും കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ തോതിൽ തന്നെയാണ് ഭീതി വർദ്ധിക്കുന്നത്. ചൂട് കൂടിയാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, അതിഭീകരമായ മഴ പെയ്തിറങ്ങിയാലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത, ജീവന് പോലും ആപത്താകുന്ന അവസ്ഥ. 2026 ഫെബ്രുവരി 14, അതായത് ഇന്ന് പുറത്തിറക്കിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ അനുസരിച്ച് ഇനിയുള്ള 5 ദിവസം സംസ്ഥാനത്ത് മഴയുടെ സാന്നിധ്യമേ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു പ്രതീക്ഷയുടെ കണികയുണ്ടായിരുന്നു. ഇപ്പോൾ അതും കൂടി ഇല്ലാതായിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും അന്തരീക്ഷ മർദ്ദ വ്യതിയാനങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഒരു വരണ്ട കാലാവസ്ഥ തുടരാനുള്ള ഒരു കാരണമായി മാറുന്നത്. ഉയർന്ന താപനിലയും അതുപോലെ തന്നെ UV വികിരണവും മഴയുടെ അഭാവം മൂലം പകൽ സമയത്ത് താപനില ഗണ്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്.
പല ജില്ലകളിലും താപനില എന്നത് 32 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത പറയുന്നു. അതിനോടൊപ്പം തന്നെ അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ നിലയിലേക്കാണ് ഉയരുന്നത്. മനുഷ്യൻ ആരോഗ്യ ഭീഷണി പോലും ഉയർത്തുന്നു. മൃഗങ്ങൾക്കും പകൽ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഒരു കാരണവശാലും നേരിട്ട് ശരീരത്ത് വെയിലേൽക്കുന്ന ജോലികളിലോ മറ്റ് യാത്രകളിലോ എത്തിപ്പെടരുത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സൂര്യതപം, നിർജ്ജലീകരണം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഉയർന്ന UV രശ്മികൾ കാരണമാകും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് വേണ്ടി കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. ശരീരത്തിൽ ചുവന്ന പാടുകളോ തലകറക്കമോ ഒക്കെ തന്നെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ചൂടുള്ള സമയത്ത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കേണ്ടത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചതുകൊണ്ട് തൊഴിൽ സമയത്തിലും ചില പുനഃക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്താണ് നടപടി. മെയ് 20 വരെയാണ് ഈ ക്രമീകരണമുള്ളത്. പകൽ വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ കർശനമായി വിശ്രമവേള അനുവദിച്ചിട്ടുണ്ട്. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തുക. ഇനി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ രാവിലത്തെ ഷിഫ്റ്റ് എന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കണം. ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത ഷിഫ്റ്റ് എന്നത് 3 മണിക്കായിരിക്കണം ആരംഭിക്കേണ്ടത്. ഈ രീതിയിലാണ് പുനഃക്രമീകരിച്ചത്. 1958 കേരള മിനിമം വേജസ് ചട്ടം 24-25 വ്യവസ്ഥകൾ പ്രകാരമാണ് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ളതും സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്തതുമായിട്ടുള്ള മേഖലകളെ ഈ ഉത്തരവിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിൽ മേഖലകളിൽ പരിശോധന കർശനമായി നടത്തും. കെട്ടിട റോഡ് നിർമ്മാണ മേഖലയ്ക്കും പ്രത്യേകം പരിഗണന നൽകി ദൈനംദിന പരിശോധനകൾക്കുള്ള ടീമുകളെ ആയിരിക്കും രൂപീകരിക്കുക. രാജ്യത്തുടനീളം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടരുകയാണ്. പകൽ താപനിലയിൽ ചൂട് അനുഭവപ്പെടുന്നെങ്കിലും പലയിടത്തും പല പ്രദേശങ്ങളിലും രാത്രി തണുപ്പായി തുടരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മഴയും പെയ്യുന്നുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് അടുത്തുള്ള 3 ദിവസങ്ങളിൽ കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ താപനില എന്നത് 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വേനൽക്കാലം അടുക്കുന്നു എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഫെബ്രുവരി 14 മുതൽ 17 വരെ കേരളത്തിൽ 14 ജില്ലകളിലും മഴ ഉണ്ടാകില്ല. പക്ഷേ ഫെബ്രുവരി 18 തെക്കൻ കേരളത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യത, ചൂട് ശമിക്കാനുള്ള സാധ്യത ഇതൊക്കെ പറയുന്നു. മറ്റ് ജില്ലകളിലൊക്കെ വരണ്ട അന്തരീക്ഷം തുടരുന്നത് കൃഷിയടക്കം ജലലഭ്യതയടക്കം ബാധിച്ചേക്കും. കേരളത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയടക്കം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഫെബ്രുവരി 15 രാത്രി വരെ തിരമാലകൾ 1 മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കുക. ഇതുകൂടാതെ ഉള്ള മഴ പെയ്താലുണ്ടാകുന്ന മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുകയും വേണം. കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അവ കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കണം. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം.
ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം. കൈകാലുകൾ പുറത്തിടാതിരിക്കാനും ശ്രദ്ധിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണിയെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് അവസാനിപ്പിക്കുക. പട്ടം പറത്തുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലേക്കോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലേക്കോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുകയും അരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് ഒരു കാരണവശാലും പോകരുത്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി വെച്ച് പന്ത് പോലെ ഉരുണ്ടിരിക്കണം. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ്ണ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് ഉടൻ തന്നെ വൈദ്യസഹായവും എത്തിക്കണം. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനത്തിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. അതിനിടയിൽ തന്നെ വേനൽ മഴയിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതിനിടയിൽ തന്നെ സംസ്ഥാനത്ത് പകൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കും. ഉയർന്ന താപനില മുന്നറിയിപ്പ് കാരണം കേരളത്തിലെ 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റു ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വെയിലിനൊപ്പം എത്തുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ വികിരണമാണ് UV. ഇതും അപകടകാരികളാണ്.